8 സെക്കൻഡിലെ നായിക മിയ ജോർജ് ഈ ബസ്സിൽ അതിഥിയായി എത്തുകയാണ്. മിയ, സ്വാഗതം ഈ ബസ്സിലേക്ക്. ചിത്രം തിയേറ്ററിൽ എത്തിയിരിക്കുന്നു. എന്താണ് അവിടെ നിന്ന് കിട്ടുന്ന പ്രതികരണം? 8 സെക്കൻഡ് ഇന്ന് തിയേറ്ററുകളിൽ എത്തിയിരിക്കുകയാണ്. ഒരുപാട് പേര് വിളിച്ച് നല്ല അഭിപ്രായമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ളവർ കുറേ പേര് പോയി കണ്ടു, അല്ലാത്ത റിലേറ്റീവ്സ് ആയിട്ടുള്ളവർ അങ്ങനെയുള്ളവരും പോയി കണ്ടു. അപ്പം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്, എൻ്റെ ഫ്രണ്ട്സിനൊക്കെ പറയാനുണ്ടായിരുന്നത് നമ്മുടെ പെർഫോമൻസിനെ പറ്റിയും അണ്ടർ വാട്ടർ സോങ്ങിനെ പറ്റിയാണ് കൂടുതൽ അവർ സംസാരിച്ചത്. പക്ഷെ ഫ്രണ്ട്സിൻ്റെയൊക്കെ അമ്മമാരും അച്ഛന്മാരും ഒക്കെ കൂടുതൽ സംസാരിച്ചത് സിനിമയെ പറ്റിയും അതിലെ ഇമോഷൻസിനെ പറ്റിയൊക്കെയാണ് പേരൻസൊക്കെ സംസാരിച്ചത്. റിലേറ്റീവ്സൊക്കെ ആണെങ്കിലും അങ്ങനെയാണ് സംസാരിച്ചത്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയത് ഫാമിലിക്കാണ് ഈ മൂവി കൂടുതൽ ഇഷ്ടമായിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ പറ്റിയത്. പിന്നെ ഫ്രണ്ട്സൊക്കെ ആണെങ്കിലും നമ്മളോട് നമ്മുടെ പെർഫോമൻസിനെ പറ്റി നല്ല അഭിപ്രായം പറഞ്ഞു. ലീഡ് റോൾ ചെയ്ത ഗോവിന്ദ് പത്മസൂര്യ, പിന്നെ എൻ്റെ കാര്യം ഫ്രണ്ട്സൊക്കെ ഒരുപാട് നല്ല അഭിപ്രായം പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഇപ്പോൾ. ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വെള്ളത്തിനടിയിൽ വെച്ച് ചിത്രീകരിച്ചിട്ടുള്ള ഗാനരംഗമാണ്. ആദ്യമായിട്ടാണ് ഒരു ഗാനരംഗം മുഴുവനായിട്ടും, മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഗാനരംഗം പൂർണ്ണമായും വെള്ളത്തിനടിയിൽ ചിത്രീകരിക്കുന്നത്. ഗോവിന്ദ് പത്മസൂര്യയാണ് നായകൻ. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു ഷൂട്ടിംഗ് അനുഭവം? അണ്ടർ വാട്ടർ സോങ്ങിൻ്റെ ഷൂട്ടിംഗ് അനുഭവം വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ആദ്യമേ സത്യത്തിൽ ഈ പടം കമ്മിറ്റ് ചെയ്ത ടൈമിൽ എനിക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു സോങ് അണ്ടർ വാട്ടർ ഷൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് പോലും അറിയില്ലായിരുന്നു. അങ്ങനെ വളരെ ഒരു എക്സ്പെരിമെൻ്റലായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അതിങ്ങനെ ഒരു വിജയമാകുമെന്ന് നമ്മൾ ആദ്യമേ വിചാരിച്ചിട്ട് കൂടി ഇല്ലായിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ഒരു സ്പിരിറ്റ് ഉണ്ടായിരുന്നു എല്ലാവർക്കും. ഇത് ആദ്യമായിട്ട് ചെയ്യുന്നതാണ്, എങ്ങനെ ആവും ഇതിൻ്റെ ഫൈനൽ, നമുക്ക് നന്നാക്കണം, അങ്ങനെയൊക്കെ ഉള്ളൊരു ഭയങ്കര ഒരു സ്പിരിറ്റും ഒരു സന്തോഷവും അതിൻ്റെയൊക്കെ ഒരു എനർജി എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. ഇപ്പോൾ പത്മസൂര്യയുടെ കാര്യം പറയുകയാണെങ്കിലും പത്മയും എനിക്ക് വളരെ സപ്പോർട്ടീവായിട്ട് നിന്നൊരാളാണ്. പിന്നെ ഈ സോങ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന വിനോദേട്ടൻ, അങ്ങനെ എല്ലാവരും സെറ്റിലെ എല്ലാവരുടെയും ഒരു നല്ലൊരു എഫേർട്ട് ഇതിലുണ്ട്. പിന്നെ ഇതിൻ്റെ ക്യാമറ ചെയ്തിരിക്കുന്നത്, ഈ അണ്ടർ വാട്ടർ സോങ്ങിന് ക്യാമറ ചെയ്തിരിക്കുന്നത് സിനു മുരിക്കുമ്പോഴാണ്, സിനുചേട്ടൻ. അങ്ങനെ ഈ വെള്ളത്തിൻ്റെ അടിയിലുള്ള ഷൂട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളതായിരുന്നു. അത് ഞാനും പത്മയും മാത്രമല്ല ഇതിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചത്. ഇതിൻ്റെ പുറകിലുണ്ടായിരുന്ന എല്ലാവരുടെയും ഒരു എഫേർട്ടുണ്ട്. അതിൻ്റെ ഒരു നല്ല ഇതുവരെയുള്ള എനിക്ക് നീന്തൽ അറിയുന്നുണ്ടായിരുന്നില്ല. അതിൻ്റെ ഷൂട്ടിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ഒരു 2 ദിവസം പോയി എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു അക്കാഡമിയിൽ പോയിട്ട് ജസ്റ്റ് ഫ്ലോട്ട് ചെയ്ത് കിടക്കാനും ഒന്ന് ബാലൻസ് ചെയ്യാനും കുറച്ചൊന്ന് ശ്വാസം പിടിച്ച് നിൽക്കാനുള്ളത് മാത്രം പഠിച്ചിട്ടാണ് ഞാൻ ആ സോങ് ചെയ്യാൻ വേണ്ടി പോയത്. അപ്പോൾ അത് നമ്മുടെ ആ ഒരു എനർജി, അതിൻ്റെ ഒരു സ്പിരിറ്റ് വെച്ചിട്ട് നമ്മളത് കംപ്ലീറ്റ് ചെയ്തു, സക്സസ്ഫുള്ളാക്കി. പാട്ട് സത്യത്തിൽ ഇതിൻ്റെ ഒരു സസ്പെൻസ് ആണ് എങ്കിൽ പോലും എന്താണ് ചിത്രത്തിൻ്റെ ഒരു പ്രമേയം? ചിത്രത്തിൻ്റെ പേര് തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ 8 സെക്കൻഡ്. ഈ 8 സെക്കൻഡ് വന്നതിൻ്റെ കാര്യം എന്താണെന്ന് പലരും ചോദിച്ചു. എന്താണ് ഈ 8 സെക്കൻഡ് എന്ന് തന്നെ പലരും ചോദിച്ചു. അപ്പോൾ 8 സെക്കൻഡിൻ്റെ കാര്യം ഇത്രേ ഉള്ളൂ. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റിന് ഒരു ആൺകുട്ടിക്ക് ആവശ്യമായ മിനിമം ടൈമാണ് 8 സെക്കൻഡ്. അപ്പോൾ ഈ പടത്തിലും ഈ ഹീറോയിനെ കണ്ടുമുട്ടുമ്പോൾ ആ ഒരു ലവ് അത് ഫസ്റ്റ് സൈറ്റിൽ തന്നെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനൊരു രസകരമായിട്ടുള്ളൊരു കാര്യം നമ്മൾ ഈ പടത്തിൻ്റെ ടൈറ്റിലിൽ തന്നെ കൊണ്ടുവന്നു. ഈ പറഞ്ഞ പോലെ ആദ്യമായിട്ട് കണ്ടുമുട്ടി അവരുടെ ഒരു ലൈഫിൻ്റെ ഒരു യാത്രയാണ് ഈ പടം പറയുന്നത്. മിയയുടെ ഒരു കരിയർ ഗ്രാഫ് എടുത്ത് നോക്കിയാൽ വളരെ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ മിയ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സിനിമയിൽ വന്നിട്ട് അധികം വർഷങ്ങളൊന്നും ആയിട്ടില്ല. 1-2 വർഷത്തിനുള്ളിൽ പ്രമുഖരായിട്ടുള്ള നിരവധി താരങ്ങളുടെ ഒപ്പം അഭിനയിച്ചു. മനോജ് കെ ജയനൊപ്പം, അതുപോലെ കുഞ്ചാക്കോ ബോബനൊപ്പം, ബിജു മേനോനൊപ്പം, ലാലിനൊപ്പം, പിന്നീട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മോഹൻലാലിൻ്റെ മിസ്റ്റർ ഫ്രോഡിൽ അഭിനയിക്കുന്നു. എങ്ങനെ വിലയിരുത്തുന്നു ഈ ഒരു ചുരുങ്ങിയ കാലം കൊണ്ട് കിട്ടിയ നേട്ടത്തെ? ഈ ചുരുങ്ങിയ കാലം കൊണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സൂചിപ്പിച്ചു, ഒരുപാട് സീനിയേഴ്സ് ആയിട്ടുള്ളവരുടെ ഒപ്പം വർക്ക് ചെയ്യാൻ പറ്റി. ഇപ്പോൾ 8 സെക്കൻഡ് എല്ലാം ഒരു യങ്സ്റ്റേഴ്സിൻ്റെ ഒരു സിനിമയായിരുന്നു, ഒരു ന്യൂ കമേഴ്സിൻ്റെ ഒരു സിനിമയായിരുന്നു. ഇപ്പോൾ അങ്ങനെ ന്യൂ കമേഴ്സിൻ്റെ ഒരു മൂവിയിലും ഭാഗമാകാൻ പറ്റുന്നുണ്ട്. ജോഷ് സാറിനെ പോലെ ഉള്ള അത്രയും സീനിയേഴ്സ് ആയിട്ടുള്ള ഡയറക്ടേഴ്സിൻ്റെയും ആക്ടേഴ്സിൻ്റെയും ഒപ്പം ലാൽ സാറ്, ജയറാമേട്ടൻ, സുരേഷ് ഏട്ടൻ, കുഞ്ചാക്കോ, അങ്ങനെ ഒരുപാട് പല ഏജ് ഗ്രൂപ്പിലുള്ള ഹീറോസിൻ്റെ ഒപ്പം വർക്ക് ചെയ്യാൻ പറ്റി. പല
ഇതിലുള്ള ഡയറക്ടേഴ്സിനൊപ്പം സീനിയേഴ്സിൻ്റെ ഒപ്പവും ന്യൂ കമേഴ്സിൻ്റെ ഒപ്പവും വർക്ക് ചെയ്യാൻ പറ്റി. അങ്ങനെ കിട്ടുന്നൊരു എക്സ്പീരിയൻസ് വളരെ വലുതാണ്. രണ്ടിൻ്റെയും ഡിഫറൻസ് എന്താ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മിയയുടെ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ചിത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു ഗാനരംഗമായിരുന്നു വിശുദ്ധനിലേത്. കുഞ്ചാക്കോ ബോബനൊപ്പമുള്ള ആ ഒരു ഗാനരംഗം. കുഞ്ചാക്കോ ബോബന്റെ ഫാൻ ആയിരുന്നോ ശരിക്കും? ആ ഗാനത്തിന്റെ കിട്ടിയ ഒരു പ്രതികരണം എങ്ങനെയുള്ളതായിരുന്നു? വിശുദ്ധൻ്റെ റിലീസ് കഴിഞ്ഞപ്പോൾ മുതൽ വളരെ നല്ല റെസ്പോൺസാണ് എല്ലാവരുടെയും ഭാഗത്തു നിന്ന് കിട്ടിയത്. പ്രത്യേകിച്ചും ആ സോങ് ആണ് എല്ലാവരും ഏറ്റവും കൂടുതൽ എടുത്തു പറഞ്ഞത്. ഒരുപാട് ഫീല് ഉണ്ടാക്കുന്ന ഒരു സോങ് ആണെന്ന് ഒരുപാട് പേര് പറഞ്ഞു. പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് അത് ഒരുപാട് ഒരു ഭയങ്കര ഇഷ്ടമായിട്ട് പറയുകയുണ്ടായി. അപ്പോൾ അത്രയും നല്ലൊരു സോങ്ങിൻ്റെ ഒരു ഭാഗമായി അത്രയും നല്ലൊരു സിനിമ, സോഫി എന്ന് പറഞ്ഞിട്ടൊരു നല്ലൊരു ക്യാരക്ടർ എനിക്ക് വളരെ എൻ്റെ മനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ക്യാരക്ടർ തന്നെയായിരുന്നു വിശുദ്ധനിലേത്. പിന്നെ ചാക്കോ ചേട്ടൻ്റെ കൂടെയുള്ള കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കോ ആക്ടറാണ് ചാക്കോ ചേട്ടൻ. ഒരു ജാടയോ ഒന്നുമില്ല, വളരെ കംഫർട്ടബിളായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റായിരുന്നു വിശുദ്ധൻ്റേത്. ചാക്കോ ചേട്ടനാണെങ്കിലും ചെറുപ്പം പോലെ നമ്മൾ ഫാനായിരുന്നു ചാക്കോ ചേട്ടൻ. 8.25 സെക്കൻഡിന് ശേഷം ഇനി ഏതൊക്കെ ചിത്രങ്ങളാണ് മിയയുടേതായി ഉടനെ പുറത്തിറങ്ങാനിരിക്കുന്നത്? 8.25 സെക്കൻഡിന് ശേഷം ഉടനെ റിലീസില്ല. ഇനിയിപ്പോൾ പടം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മിസ്റ്റർ ഫ്രോഡ് ബി ഉണ്ണികൃഷ്ണൻ സാറിൻ്റെ പടമാണ്. ലാൽ സാറിൻ്റെ ഹീറോയിനായിട്ടാണ് വരുന്നത്. അതിൻ്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു മോഡലും നർത്തകിയും അഭിനേതാവും എല്ലാമാണ് മിയ. മറ്റ് താല്പര്യങ്ങൾ എന്തൊക്കെയാണ്? മറ്റു ഹോബീസ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. MA ഫസ്റ്റ് ഇയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. എക്സാംസ് നടന്നുകൊണ്ടിരിക്കുന്ന ടൈമാണ്. ഇപ്പോൾ 4 കംപ്ലീറ്റ് ആക്കി ഇനി ഒരെണ്ണം കൂടെ എക്സാം ചെയ്യാനുണ്ട്. അപ്പോൾ ഷൂട്ടില്ലാത്ത ടൈമിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പാട്ടൊക്കെ കേൾക്കും, അതൊക്കെ തന്നെ. എന്തായാലും 8.25 സെക്കൻഡ് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വ്യത്യസ്തതയാർന്ന പ്രമേയം കൊണ്ട് പ്രേക്ഷകർ ശ്രദ്ധിക്കപ്പെട്ടതാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒപ്പം ഇനിയും നല്ല കഥാപാത്രങ്ങൾ മിയയ്ക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെയധികം നന്ദി ഈ ബസ്സിൽ അതിഥിയായി എത്തിയതിന്.